ഇസ്ലാമിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് പോകുന്ന ഒരു വിഷയം മാത്രമല്ല നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മറിച്ച് ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന സൊസൈറ്റിയിൽ മുസ്ലിം നാമധാരികളായ എത്രയോ സ്ത്രീകളാണ് പരിശുദ്ധ ഖുർആനിനും അതുപോലെ തിരു ഹദീസിനും എതിര് പ്രവർത്തിച്ചുകൊണ്ട് അങ്ങാടികളിലൂടെ കച്ചവട കമ്പോളങ്ങളിലൂടെ നടന്നു നീങ്ങുന്നത്. സൂറത്തുൽ അഹ്സാബിന്റെ 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല മുത്തനബിതങ്ങളോട് പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഖുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, തങ്ങളുടെ ഭാര്യമാരോടും മക്കളോടും അതുപോലെ തന്നെ മുഅ്മിനത്തുകളായ മുസ്ലിം സ്ത്രീകളോടും തങ്ങൾ പറഞ്ഞു കൊടുക്കണേ, യുദ്നീന അലൈഹിന്ന, നിങ്ങൾ അവർ പുറത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ആവശ്യാർത്ഥം വീടിന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ മിൻ ജലാബീബിഹിന്ന, അവർ ജിൽബാബ് ധരിച്ചു കൊള്ളട്ടെ. എന്താണ് ജിൽബാബ്? ജിൽബാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തല മുതൽ താഴോട്ട് കിടക്കുന്ന മാറിടവും അതുപോലെ തന്നെ വയറും എല്ലാം നല്ല നിലക്ക് മറഞ്ഞു കിടക്കുന്ന ശരീരത്തിന്റെ രൂപഘടന മനസ്സിലാകാൻ സാധ്യമാകാത്ത വസ്ത്രമാണ് ജിൽബാബ്. ആ ജിൽബാബ് ധരിക്കുവാനാണ് അല്ലാഹു തആല ഖുർആനിലൂടെ മുസ്ലിം സ്ത്രീകളോട്, ഇസ്ലാമിലെ സ്ത്രീകളോട് കൽപ്പിക്കുന്നത്. ദാലിക അദ്ന അൻ യുഅറഫ്ന, എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ നല്ല പവിത്രതയുള്ള നല്ല സ്ത്രീകളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ, ധാർമ്മിക സ്ത്രീകളാണ് നിങ്ങളെന്ന് മനസ്സിലാകുവാൻ വേണ്ടിയാണ്. അതിനോടൊപ്പം നിങ്ങളുടെ മാന്യതയും സംരക്ഷണവും ഉറപ്പിക്കുവാൻ വേണ്ടി. ഇന്ന് നാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം കോലത്തിലേക്കാണ് നമ്മുടെ മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം പെൺകുട്ടികൾ, അവരുടെ വേഷവിധാനങ്ങൾ മാറ്റിമറിക്കപ്പെട്ടിട്ടുള്ളത്. ഔറത്ത് പോലും വെളിവാകുന്ന രീതിയിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ആ മുസ്ലിം സ്ത്രീകളുടെ, നമ്മുടെ ഉമ്മമാരുടെ, പെങ്ങന്മാരുടെ എല്ലാം നാളത്തെ സ്വർഗത്തിലെ രാജാവായി, നേതാവായി വരുന്നത് മഹദിയായ ഹബീബോരുടെ പ്രിയ പുത്രിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. തന്റെ ജനാസ പോലും ഒരു അന്യ പുരുഷനും കാണരുത്, ജനാസയുടെ ശരീരത്തിന്റെ ആ ഒരു ശരീരഘടന പോലും മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിച്ച ഫാത്തിമ ബീവി നേതാവായിരിക്കുന്ന സ്വർഗത്തിലേക്കല്ലേ നമ്മുടെ ഉമ്മയും പെങ്ങന്മാരും കടന്നു ചെല്ലേണ്ടത്? തിരുവിധങ്ങൾ പറഞ്ഞത്, അൽ മർഅത്തു ഔറത്തു, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ഔറത്താണ്. ആ സ്ത്രീ മുഴുവനും ഔറത്ത് തന്നെയാണ്. ഇനി ചില ഉമ്മമാരും ചില സഹോദരിമാരും നല്ല ജിൽബാബും ഹിജാബും ഒക്കെ ധരിച്ച് നല്ല നിലക്ക് അങ്ങാടികളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സദസ്സുകളിലേക്ക് പോയാൽ അത് കാണപ്പെടുന്നവർക്ക് വല്ലാത്ത ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. നമ്മുടെ ഭവനങ്ങളിലെ നമ്മുടെ ഉമ്മയും നമ്മുടെ പെങ്ങന്മാരും നാളെ സ്വർഗത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യത.